ഓ, ഇതെന്താ കുഴഞ്ഞിരിക്കുന്നത്? ചോറ് കുക്കറിനകത്ത് ഇടരുതെന്ന് പറയാം, അടുപ്പിനകത്തിട്ട് വേവിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഉള്ള പിള്ളേരെല്ലാം കുക്കറിനകത്തോട്ട് അരി വാരിയും കിട്ടും. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ വിറകടുപ്പിനകത്തൊക്കെ വെച്ചായിരുന്നു ചോറ്. അന്നൊക്കെ ചോറ് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാന്നറിയാവോ? പച്ചയ്ക്ക് വാരി തിന്നായിരുന്നു. ഇതിപ്പോ പായസമായി, ശർക്കരയും കൂടി ഇട്ട പായസം തന്നെ. ഓ, ഇതൊന്നും വൃത്തിയായില്ലല്ലോ. വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകുന്നത് അവള് കുറെ തുണിയും കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടു. ഞങ്ങളെയൊക്കെ കാലത്താണെങ്കിൽ ഞങ്ങൾ കല്ലിനകത്തിട്ടാ കഴുകുന്നത്. അന്ന് അഴുക്കും പോകുമായിരുന്നു, ഇതുപോലെ നരയ്ക്കത്തും ഇല്ലായിരുന്നു. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഡീ, നിനക്കേ അവളെ എന്തെങ്കിലും പറഞ്ഞത് ചെയ്തു കൊടുത്താൽ എന്ത്? അവളെന്റെ മോളാ, അതായത് നിന്റെ ഭർത്താവിന്റെ അനിയത്തി. നീ വല്ല വീട്ടിൽ നിന്ന് വന്നു കയറിയവളാ. അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുവാണോ? ഞാൻ അവരോടൊന്ന് തിരിച്ച് സംസാരിച്ചു നോക്കട്ടെ. അവരെ സപ്പോർട്ട് ചെയ്ത് എത്ര തവണയൊക്കെ എന്നെ വഴക്ക് പറയും. അതിനിപ്പോ എന്താ? എന്റെ വീട്ടിലുള്ളവർ അങ്ങനെ സംസാരിക്കത്തോളൂ. നിനക്ക് വേണ്ടിയിട്ട് എന്റെ വീട്ടുകാരോട് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നില്ല്, ഇല്ലെങ്കിൽ നീ വിൽക്കും. കല്യാണം കഴിച്ച പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചത്? വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ? എന്ത് പറഞ്ഞാലും അവസാനം പറയുന്നത് നീ നിന്റെ വീട്ടിൽ പോക്കോന്നാ. എന്നെ പോലുള്ള പെൺകുട്ടികളെല്ലാവേ ഭർത്താവിന്റെ സപ്പോർട്ട് ചെയ്യുന്നതിനും ആ വീട്ടിൽ നിൽക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു അമ്മയായതുകൊണ്ട്. മറ്റൊന്ന്, എനിക്കൊരു അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട്. അവരെ ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നത്.